ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങയിലേക്ക് ആദ്യം. ഞങ്ങൾ പഠാൻകോട്ടിലാണുള്ളത്. ജമ്മുവിൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തിയിൽ, പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രം ഇപ്പുറത്ത് നിൽക്കുകയാണ്. ആദ്യം തന്നെ പാകിസ്ഥാൻ ഇന്നലെ കാട്ടിയ ചതിയെക്കുറിച്ച് ഡോക്ടർ മോഹൻ വർഗീസ് അത്ഭുതമില്ല, ഞെട്ടലില്ല എങ്കിൽ പോലും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഭരണ നേതൃത്വം പരസ്യമായി രംഗത്ത് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആ സന്ധ്യ മയങ്ങിയ ഉടനെ തന്നെ ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട്, ആ പ്രഖ്യാപനം ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അതിർത്തികളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ആക്രമണം അഴിച്ചുവിടാനുള്ള ശ്രമം പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നുണ്ടായി. ഒപ്പം തന്നെ അതിൻ്റെ മറപിടിച്ച് ഭീകരാക്രമണത്തിനൊരു ശ്രമം നടന്നു. ഭാരതത്തിൻ്റെ ശക്തി, സൈനിക ശക്തി അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ഡോക്ടർ മോഹൻ വർഗീസ്, വ്യക്തമാകുന്നു ഒന്നല്ലേ, ഭരണ നേതൃത്വം എന്തും പറയട്ടെ, ഭരണ നേതൃത്വം ഭാരതത്തിൻ്റെ കാൽ പിടിക്കട്ടെ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇവിടെ വിളിച്ച് എന്തും പറയട്ടെ, പക്ഷേ വിധേയത്വം, ഈ സൈന്യത്തിൻ്റെ വിധേയത്വം ഭീകരരോടും ഭീകരരെ നിയന്ത്രിക്കുന്ന ISAയോടും മാത്രമാണെന്നൊരിക്കൽ കൂടി വ്യക്തമാവുകയാണോ ഡോക്ടർ മോഹൻ വർഗീസ്? കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ പ്രദീപ്. ഇവിടെ സൈന്യം, തീവ്രവാദികളും സൈന്യവും ISIയും ഒറ്റക്കെട്ടാണ്. ഭരണ നേതൃത്വത്തെ ഏതാണ്ട് പൂർണ്ണമായി അന്ധതയിൽ നിർത്തിക്കൊണ്ടാണ് സൈന്യത്തിന്റെ നീക്കങ്ങൾ നടക്കുന്നത്. അത് മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു. പർവേസ് മുഷറഫ് സൈനിക മേധാവിയായിരുന്ന സമയത്ത്, നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ, കാർഗിൽ നുഴഞ്ഞുകയറ്റം സംഭവിച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. സൈന്യം ഒരു വഴി ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ നേതൃത്വം അതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് കരുതുന്നത്. പക്ഷെ ആ ഒരു മുൻകാല അനുഭവങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാവാം അമേരിക്ക ഇപ്പൊ മധ്യസ്ഥത വഹിക്കുന്നു എന്ന് പറയാനാവില്ലെങ്കിലും ഒരു സറഗേറ്റ് പീസ് എന്ന നിലയിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ദൂതന്മാരായി സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയെയും വിദേശകാര്യ ഉപമന്ത്രിയെയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലേക്കും അയച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തുകയും രണ്ട് രാജ്യത്തെ നേതാക്കളുമായും സംസാരിക്കുകയും ചെയ്തു. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടാണ് സംസാരിച്ചത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ നിൽക്കില്ല എന്ന ബോധ്യത്തിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രൈ ടു കോൾ ദി മിലിറ്ററി ജനറൽ ഓഫ് പാകിസ്ഥാൻ അസിം മുനീർ. അപ്പൊ ഇതൊരു നിർണായകമായ ഒരു നീക്കമാണ്. കാരണം അസിം മുനീറിനെ കൂടെ കോൺഫിഡൻസിൽ എടുക്കാതെ പാകിസ്ഥാനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അസിം മുനീറിനെ വിളിച്ച് ശക്തമായ വാർണിംഗ് നൽകി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. ഗ്ലോബൽ മീഡിയ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അസിം മുനീറിനോട് പറയുന്നു, ഇത് നിർത്തേണ്ട സമയമായി, നിങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ബ്രോക്കേർഡ് പീസ് എന്നത്. പക്ഷേ DGMO തലത്തിലുള്ള സംസാരങ്ങൾ അവിടെ നടക്കട്ടെ. അത് കഴിഞ്ഞ് യു മേക്ക് എ റിക്വസ്റ്റ് ടു ഇന്ത്യ വിൽ റെസിപ്രോക്കേറ്റ്. ആ രീതിയിൽ മുന്നോട്ട് പോയി. അതുകൊണ്ട് സൈനിക നേതൃത്വത്തെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് തന്നെ സൈനിക നേതൃത്വത്തിന്റെ കൂടി ഒത്താശയോടെ, അനുഗ്രഹാശിസകളോടെ എത്തിച്ചേർന്ന 5 മണിക്ക്, ഇന്നലത്തെ സമയം വൈകുന്നേരം 5 മണിക്ക് എത്തിച്ചേർന്ന ഒരു പീസ് ഫോർമുല, അല്ലെങ്കിൽ അന്ന് എത്തിച്ചേർന്ന ഒരു വെടിനിർത്തൽ. അവർ സൈന്യത്തിന് പൂർണ്ണമായി അറിവുണ്ട്. അസിം മുനീറിന്റെ മിലിറ്ററി ജനറലിന് അറിവുണ്ട്, സൈനിക ഓഫീസേഴ്സിന് അറിവുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യം 2.5-3 മണിക്കൂറിനുള്ളിൽ ഇന്നലത്തെ രാത്രി 8 മണിക്ക് വീണ്ടും പ്രകോപനം ഉണ്ടാവുകയാണ്. വീണ്ടും ഡ്രോണുകൾ ചീറിപ്പായുകയാണ്, ഷെല്ലാക്രമണം കടുക്കുകയാണ്, ഹെവി ആർട്ടിലറി ഫയറിംഗ് നടക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സൈന്യത്തിന് പരസ്പരമുള്ള ഏകോപനം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ല എങ്കിൽ ഡെലിബറേറ്റ് ആയി എസ്കലേറ്റ് ചെയ്യാൻ സൈന്യത്തിന്റെ ഒരു വിഭാഗം മുന്നോട്ടിറങ്ങിയിരിക്കുന്നു. അതിനെതിരെ ഇന്ത്യ കർശനമായി തിരിച്ചടിക്കും എന്നായപ്പോൾ തിരിച്ചടിച്ചതുകൊണ്ട് അവസാനം പിന്നോക്ക് പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞ രാത്രിയിലെ ഒരു 3-4 മണിക്കൂർ സമയം തികഞ്ഞ അരാജകത്വം, തികഞ്ഞ ആശയക്കുഴപ്പം. ഇതിന്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാൻ ആർമിയുടെ ഒരു ഉത്സിതമായ നീക്കങ്ങൾ എന്നതാണ്. ഒന്നുകിൽ അത് ഇന്ത്യയുടെ ഒരു ടെനാസിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്, ഇന്ത്യയുടെ ഫയർ പവർ ഒന്നുകൂടി പരിശോധിക്കുക എന്നതാണ്. ഒരു ബ്രോക്കേർഡ് പീസിന്റെ ഒരു അനന്തമായ സാധ്യതകൾ, ഏത് രീതി വരെ പോകും ഇന്ത്യ പ്രതികരണത്തിന്, അത് പീസ് ലംഘിച്ചു കഴിഞ്ഞാലും വെടിനിർത്തൽ ലംഘിച്ചാലും ഏതുവരെ പോകും എന്നതിന്റെ പരീക്ഷണമാകാം. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇനിയാണെങ്കിൽ പോലും ഇപ്പോൾ വെടിനിർത്തൽ വന്നു എന്ന് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു. പക്ഷേ പൂർണ്ണമായി പാകിസ്ഥാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാവില്ല. ഇന്ന് രാത്രിയുടെ മറവിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിനും ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ട്, മുൻകാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായും ജാഗ്രതാപൂർവമായിട്ട് ഇരിക്കേണ്ടതുണ്ട്. ചൈനയുമായി ഇന്ത്യ നിരന്തരം സംസാരത്തിൽ കൂടിയാണ്. ഇന്ത്യൻ
വിദേശകാര്യ മന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ലിയുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നതാണ്. ഇവിടെ ചൈനയുടെ കൂടെ ചൈന പറഞ്ഞെങ്കിൽ മാത്രമേ പാകിസ്ഥാന് എസ്കലേഷൻ നിർത്താനാവൂ എന്ന ഘട്ടം വരുന്നോ എന്നതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഏത് ലെവല് വരെ ബ്രോക്കേർഡ് പീസ് പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ ഇൻഡയറക്ട്ലി ചൈനയ്ക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തിരിച്ചെത്താം. കാര്യം അത് നമുക്ക് വേറെ തന്നെ ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചൈനയുടെ ഈ ഇടപെടൽ അല്ലെങ്കിൽ ചൈനീസ് സ്വാധീനം എന്നുള്ളത് വേറെ തന്നെ ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നത് ജിഷ്ണു, ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മുവിലെ നഗ്രോട്ട സൈനിക കേന്ദ്രത്തിന് സമീപം ഭീകരാക്രമണ ശ്രമം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ വൈറ്റ് നൈറ്റ് കോപ്സ് ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ സംശയപൂർണമായ മൂവ്മെന്റ് കാണുകയും എൻഗേജ് ചെയ്യുകയും ചെയ്തു. ഒരു ഭീകരനെ വെടിവെച്ചിട്ടു. അവിടെ തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുൽഗാം ജില്ലയിലും SIയുടെ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് സ്ഥിരീകരണം വരുന്നു. ഭീകരാക്രമണ ശ്രമമുണ്ടായി. സൈന്യം അത് കൃത്യമായി പ്രതിരോധിച്ചു. ഒരാൾ രക്ഷപ്പെട്ടു. അതിനായുള്ള തെരച്ചിലും തുടരുകയാണ്. അപ്പോൾ സൈന്യത്തിലേക്കാണ് നമുക്കിപ്പം മേജർ ഡോക്ടർ നാരായണൻ കുട്ടിയുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ പുരോഗമിക്കുകയാണ്. മുൻ കരസേനാ ഉദ്യോഗസ്ഥൻ മേജർ നാരായണൻകുട്ടി സാർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിനും പ്രകോപനങ്ങൾക്കും പ്രത്യാക്രമണത്തിനും ശേഷം വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരമാർഗത്തിലൂടെ ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രകോപനത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത്. അത് നമ്മൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഭരണ നേതൃത്വവും സൈന്യവും തമ്മിലുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെയും അഭിപ്രായ വ്യത്യാസത്തിൻ്റെയുമാണോ, അതല്ലെങ്കിൽ രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ട് കൃത്യമായൊരു ചതിയും പ്രകോപനവുമാണോ കരമാർഗം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിരീക്ഷിക്കുക. ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനവിടെ കാർഗിൽ വാറിലടക്കം ഈ എൻ്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളും സർവീസിന്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ കാർഗിലും തങ്തർ പറഞ്ഞ ആ സെക്ടറുകളിലൊക്കെ ഉണ്ടായിരുന്നു. മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ കറക്റ്റായാണ് കാര്യങ്ങളെല്ലാം. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ്. ഞങ്ങള് കാർഗിൽ വാറിൽ കൂടെ അവിടെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ഞാൻ അവിടെ 2-3 വർഷത്തോളം വർക്ക് ചെയ്തായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മളെ ഈ സൗരഭ് ഖാലി അടക്കം ഇവിടുന്ന് പട്ടാളക്കാരെ കുറെ പേര് കൊണ്ടുപോയിട്ട് അവിടെ മ്യൂട്ടിലേറ്റഡ് ബോഡിയൊക്കെ ആക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം പോലും കാണേണ്ട ഒരു സാഹചര്യമായി ഉണ്ടായിരുന്നു സാർ. ഒരുപാട് പേര് അന്ന് കാർഗിൽ വാറില് അവരുടെ ജീവൻ വെടിഞ്ഞു. ഞങ്ങളെല്ലാം വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു അന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി തന്നെ നഗ്രോട്ട പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അവര് ഈ സീസ് ഫയർ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് വയലേറ്റ് ചെയ്യുന്നതാണ്. അവിടെ സ്മോൾ ആംസ് ഫയറിങ്ങും മറ്റുള്ള ആംസ് സ്ഥിരമായിട്ട് നടക്കുന്ന ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുള്ള കാർഗിൽ സെക്ടറിലെല്ലാം. അപ്പം ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത്. പക്ഷെ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദയനീയം ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും നമ്മൾ പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അതിന് തിരിച്ചടി കൊടുക്കാൻ സൈന്യത്തിന് സകല ശക്തികളും ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ കാർഗിൽ വാറിൽ ഉണ്ടായതിനേക്കാളും കുറെ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വെപ്പൺസും മറ്റു കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിക്ക് നല്ല തിരിച്ചടി അതേപോലെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അവർക്ക്. എങ്കിലും ഒരു പാഠം പഠിക്കാത്തതിലാണ് വളരെ ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിലും കൂടെ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് ദുരിതങ്ങൾ കാണേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പം മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും പാഠം പഠിക്കാത്തൊരു വിദ്വാൻമാരായതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കട്ടെ മാത്രം പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് ചെയ്യാനുള്ളത് സാർ.